ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് എന്റെ കയ്യിലുള്ളത് ഒരു 32 ചാനലിന്റെ NVR ആണ് കേട്ടോ. ഒരു 32 ക്യാമറകൾ വരെ കണക്ട് ചെയ്യാവുന്ന ഒരു NVR ആണ് എന്റെ കയ്യിലുള്ളത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു NVR പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞു തരും. അതായത് NVR പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ DVR പർച്ചേസ് ചെയ്യുന്ന പോലെ ചാനൽ നോക്കിയിട്ട് മാത്രമല്ല നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്. ഇന്ന് ഞാൻ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ NVR വരുന്നത്. NVRന്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് സാധാരണ NVRൽ കാണുന്നൊക്കെ കുറേ കൂടെ കൂടുതൽ സ്വിച്ചസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇത് നാവിഗേഷൻ സ്വിച്ചസ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു പവർ ബട്ടണും വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിവിടെ ഒരു USB 2.0 വരുന്നുണ്ട് ഫ്രണ്ടിലായിട്ട്. അതിന് മുകളിലായിട്ട് Cp Plusന്റെ ബാഡ്ജിങ് കാണാൻ കഴിയും. ബാക്ക് സൈഡിലാണ് നമുക്ക് DVR കാണുന്ന പോലെ ഒരുപാട് പോർട്ടുകളോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇത് ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഉള്ള ഒരു സ്വിച്ചാണ്. പിന്നെ ഒരു 12 വോൾട്ട് പവർ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഒരു RJ45 പോർട്ട് ഉണ്ട്. അതേപോലെ VGA പോർട്ട് ഉണ്ട്. പിന്നെ HDMI പോർട്ട് ഉണ്ട്. ഈ വരുന്നത് മൈക്ക് ഇൻ ആൻഡ് മൈക്ക് ഔട്ടാണ്. അതേപോലെ തന്നെ ഒരു USB 2.0 പോർട്ടും വരുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ NVR എർത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ, എക്സ്ട്രാ ഒരു എർത്തിങ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ അലാം ഔട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു NVRൽ വരുന്നത്. പിന്നെ സൈഡ് പാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു എയർ വെന്റിലേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു ഫാനും കൂടെ കാണാൻ കഴിയും. ഈ ഫാൻ ഈ സൈഡിൽ മാത്രമേ ഉള്ളൂ, അപ്പുറ സൈഡിൽ ഫാനില്ല. നമ്മളൊരു NVR പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എത്ര ക്യാമറകളാണ് കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ നമ്മൾ എത്ര ക്യാമറകൾ കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്, അത്രയും ചാനലുള്ള NVR പർച്ചേസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, Cp Plusന്റെ NVRും അതുപോലുള്ള Cp Plusന്റെ ക്യാമറകളും എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വാളിറ്റി വൈസ് വലിയ കുഴപ്പമില്ല. അതുപോലെ തന്നെ പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ വളരെ അഗ്രസീവ് പ്രൈസ് ആണ്, നമുക്ക് വളരെ കുറഞ്ഞ്. ഇപ്പൊ നമ്മൾ ഈ 3 ബ്രാൻഡുകൾ വെച്ച് നോക്കുമ്പോഴും Cp Plus ആണ് എനിക്ക് തോന്നുന്നത് കമ്പാരിറ്റീവ്ലി കുറവ് പ്രൈസ് വരുന്നത്. അത് മാത്രമല്ല, എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വലിയ പ്രൊജക്റ്റുകൾക്ക് Cp Plus എടുക്കാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എറണാകുളത്ത് തന്നെ ഇതിന്റെ സർവീസ് സെന്റർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവർ 5 വർഷമായിട്ടുള്ള പ്രോഡക്റ്റുകൾ വരെ ഞങ്ങൾക്ക് അത് സർവീസ് തന്നിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യം പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല, ഞാൻ അവരെന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഞാൻ പറയണതല്ല. ചില കമ്പനികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാറണ്ടി കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് നമ്മുടെ പ്രോഡക്റ്റിലേക്ക് തിരിഞ്ഞു പോലും നോക്കിയില്ല. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു വ്യക്തിപരമായ അഭിപ്രായം Cp Plusനെ പറ്റി ഉണ്ട്. ഇനി അത് എന്തെങ്കിലും മാറുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് അന്നേരം തന്നെ അത് ഷെയർ ചെയ്യണം. അപ്പോൾ NVRന്റെ വലിയ ബോക്സിന്റെ ഉള്ളിൽ ഒരു ചെറിയ ബോക്സും കൂടെ ഉണ്ട്. നമ്മുടെ ബാക്കിയുള്ള ആക്സസറീസ് ഒക്കെ ഇതിന്റെ ഉള്ളിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോക്സിൽ ആദ്യം ഉള്ളത് ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഇൻസ്റ്റലേഷൻ ഗൈഡാണ്. അതങ്ങ് മാറ്റി വയ്ക്കാം. പിന്നെ വരുന്നത് ഒരു പാച്ച് കോഡാണ്. ഇതൊരു 1 മീറ്റർ നീളമൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പാച്ച് കോഡ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ മോഡവും റൗട്ടറൊക്കെ കണക്ട് ചെയ്യാം. പിന്നെ നമുക്കൊരു മൗസ് ഉണ്ട്. ഇത് നമ്മുടെ സാറ്റ പവർ കോഡാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സാറ്റ പവർ കോഡ് നമുക്ക് നമ്മുടെ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. 2 എണ്ണം കൊടുത്തിട്ടുണ്ട്, കാരണം 2 ഹാർഡ് ഡിസ്ക് നമുക്ക് ഈ ഒരു NVRൽ സപ്പോർട്ട് ചെയ്യും. ഇത് സാറ്റ ഡാറ്റ കേബിളാണ്. അപ്പോൾ ഇതും 2 എണ്ണം ഉണ്ട്, കാരണം 2 ഹാർഡ് ഡിസ്ക് ഉള്ളതുകൊണ്ടാണ്. പിന്നെ വരുന്നത് സ്ക്രൂ ആണ്, നമ്മുടെ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂ ആണ്. പിന്നെ ഇനി ഈ ബോക്സുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പവർ കോഡും ഒരു അഡാപ്റ്ററും ആണ്. ഈ ഒരു അഡാപ്റ്ററിൻ്റെ വാട്ടേജ് വരുമ്പോഴത്തേക്കും 48 വാട്ട്സ് ആണ് വരുന്നത്. 12 വോൾട്ട് 4 ആംപിയർ ആണ് ഈ ഒരു NVRന് ആവശ്യം വരുന്ന പവർ. നമ്മളൊരു NVR ഒരു ചെറിയ പ്രൊജക്റ്റിന് വേണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നോക്കാനല്ല. പക്ഷെ നമ്മൾ വലിയൊരു പ്രൊജക്റ്റിന് വേണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ നോക്കണം. അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ Cp Plusന്റെ സ്റ്റോറേജ് കാൽക്കുലേറ്റർ ആണിത്. ഇവിടെ നമ്മൾ NVR സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ചാനലിൻ്റെ NVR ആണ് അല്ലെങ്കിൽ എത്ര ക്യാമറയാണ് നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്നത് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് 2 വീഡിയോ എൻകോഡിംഗ് ഫോർമാറ്റുകളാണ് പ്രധാനമായിട്ടും വരുന്നത്. ഒന്ന് H264ഉം 2 H265ഉം. പിന്നെ H264 പ്ലസ് അതുപോലെ ഇൻസ്റ്റാ സ്ട്രീം എന്നൊക്കെ പറഞ്ഞ് പല ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ H265 ആണ് ഇപ്പോൾ പുതുതായിട്ട് വരുന്ന എല്ലാ DVRലും NVRലും എല്ലാം ഉള്ളത്. അതുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു സ്റ്റോറേജ് കാൽക്കുലേറ്ററിൽ ക്വാളിറ്റി ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനിൽ നമുക്കിവിടെ നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്ന ക്യാമറകളെ നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു 32 ചാനൽ NVRന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് മാക്സിമം 160 Mbps ആണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഇത് നോക്കുക. ഇപ്പോൾ 2 MB ക്യാമറ നമ്മൾ 32 എണ്ണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഡിയോ ഉള്ള ക്യാമറയാണ് വെക്കുന്നതെങ്കിൽ നമ്മുടെ ബിറ്റ് റേറ്റ് 2108 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മോഷൻ ഡിറ്റക്ഷൻ 100% എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ഹാർഡ് ഡിസ്ക് നമുക്ക് എടുക്കണം, അല്ലെങ്കിൽ എത്ര ദിവസം നമുക്ക് റെക്കോർഡിങ് വേണമെന്ന് നോക്കാം. ഇവിടെ ഒരു ഹാർഡ് ഡിസ്ക് ഞാൻ ഇടുന്നു. അത് എൻ്റെ ഹാർഡ് ഡിസ്ക് 10 ടെറാബൈറ്റ് ആണ്. അതായത് നമ്മുടെ ഈ ഒരു NVR ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ച NVR 10 ടെറാബൈറ്റിന്റെ 2 ഹാർഡ് ഡിസ്ക് സപ്പോർട്ട് ചെയ്യും. അതായത് 20 ടെറാബൈറ്റ് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് 2 കൊടുക്കാം. 10 ടെറാബൈറ്റ് വെച്ചിരുമ്പോഴത്തേക്ക് നമുക്ക് എത്ര ദിവസം നോക്കി കാൽക്കുലേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 29 ഡേയ്സ് റെക്കോർഡിങ് കിട്ടും. അപ്പോൾ NVR സെലക്ഷൻ ടൈമിൽ നിങ്ങൾ
ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് റെക്കോർഡിങ് നമുക്ക് എത്ര കിട്ടണമെന്നും അതുപോലെ തന്നെ നമുക്ക് എത്രയാണ് ബാൻഡ് വിഡ്ത്ത് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ കൂടെ ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് വേണം ഒരു NVR സെലക്ട് ചെയ്യാൻ. പിന്നെ ഈ ഒരു NVRന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് വരുന്നത് വെച്ചാൽ ANR എന്നുള്ളൊരു ഫീച്ചറാണ്, ഓട്ടോ നെറ്റ്വർക്ക് റെസ്യൂം ആണ്. അപ്പോൾ ഈ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയ്ക്കുള്ളിൽ നമ്മൾ മെമ്മറി കാർഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ NVRുമായിട്ടുള്ള കണക്ഷൻ ഡിസ്കണക്ട് ആയാലും ക്യാമറയ്ക്കുള്ളിൽ നിങ്ങൾക്ക് അറിയാം വീഡിയോ സേവ് ചെയ്തുകൊണ്ടിരിക്കും. ആ സേവ് ചെയ്യുന്ന വീഡിയോ ക്യാമറയും NVRും തമ്മിലുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ NVRിലേക്ക് ഈ ക്യാമറ ആ വീഡിയോ പുഷ് ചെയ്ത് കൊടുക്കും. അപ്പോൾ NVRിൽ ആ ഒരു വീഡിയോ സേവ് ആവും. അങ്ങനെയുള്ള നല്ല ഫീച്ചറും ഈ ഒരു NVRിൽ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ എൻ്റെ ലാസ്റ്റത്തെ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക. നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് സൈബർ അറ്റാക്കിനെ പറ്റിയായിരുന്നു. ഞാനൊരു NVRനെ നിങ്ങൾക്ക് കമാൻഡ് മോഡിൽ ആക്സസ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ NVR ആർക്ക് വേണമെങ്കിലും ഈസിലി ഹാക്ക് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ ഹാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് സൈബർ അറ്റാക്ക്. അപ്പം നമ്മുടെ ഈ ഒരു Cp Plusന്റെ NVRന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ഒരാൾക്കും ഹാക്ക് ചെയ്യപ്പെടാൻ ചാൻസ് ഇല്ലാത്തൊരു NVR ആണ്. ബിക്കോസ് ഇതിനകത്ത് നമുക്ക് അലൗഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം, ഡിനൈഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം, ഫയർവാൾ ഉണ്ട്. അത് മാത്രമല്ല ഈ ഒരു NVRന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് ഇതിന്റെ ഫേംവെയർ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത് പല NVRലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു പെൻ ഡ്രൈവിൽ ഫയൽ ഡൗൺലോഡ് ചെയ്ത ശേഷം അതിൻ്റെ ഫേംവെയർ ഡൗൺലോഡ് ചെയ്ത ശേഷം പിന്നെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. പക്ഷേ ഈ ഒരു NVR ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഓൺലൈൻ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ അപ്ഗ്രേഡിംഗ് ഓപ്ഷനും ഈ ഒരു NVRൽ പോസിബിൾ ആണ്. പിന്നെ ഈ ഒരു NVR Cp Plusന്റെ ആണെങ്കിലും ഇത് Cp Plusന്റെ ക്യാമറ മാത്രമല്ല ONVIF എന്നുള്ള പ്രോട്ടോകോൾ വഴി, നിങ്ങൾക്കറിയാം ഓപ്പൺ നെറ്റ്വർക്ക് വീഡിയോ ഇന്റർഫേസ് പ്രോട്ടോകോൾ വഴി എല്ലാ കമ്പനികളുടെ ക്യാമറകളും ഇത് സപ്പോർട്ട് ചെയ്യും. പക്ഷേ അത് ONVIF സപ്പോർട്ടുള്ള ക്യാമറകളായിരിക്കണം എന്ന് മാത്രമാണ് ഇതിനകത്തൊരു പ്രത്യേകത. പിന്നെ നമ്മൾ NVR പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഡീകോഡിംഗ് കപ്പാസിറ്റിയാണ്. നമുക്ക് എത്ര ക്യാമറകൾ ഒരേ സമയം പ്ലേ ബാക്ക് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ ഡീകോഡിംഗ് കപ്പാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ NVRൽ അറ്റ് എ ടൈം 8 ക്യാമറകളാണ്, അതായത് ഈ ഒരു 32 ചാനൽ NVRൽ 8 ക്യാമറകളാണ് ഒരേ സമയം പ്ലേ ബാക്ക് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അത് 1080p പിക്സൽ, അതായത് ഫുൾ HD റെസൊല്യൂഷനിലായിരിക്കും നമ്മൾ ആ 8 ക്യാമറകൾ ഒരേ സമയം പ്ലേ ബാക്ക് ചെയ്യുക. അല്ലാതെ നിങ്ങൾ വെച്ചിരിക്കുന്ന ക്യാമറകൾ എല്ലാം 4K ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 8 എണ്ണം ഒരേ സമയം പ്ലേ ബാക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഈ ഒരു NVRന് വരുന്നില്ല. പിന്നെ നമുക്ക് ഈ ഒരു 32 ചാനൽ NVRനെ ഒരു 4K TVയിലേക്ക് നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. HDMI കേബിൾ വെച്ച് കണക്ട് ചെയ്താൽ മതി. 4K ഔട്ട്പുട്ട് തന്നെ നമുക്ക് ആ ഒരു TVയിൽ കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ. കാരണം നമ്മുടെ HDMI ഔട്ട്പുട്ട് 4K സപ്പോർട്ടുള്ളതാണ്. പിന്നെ പലരുടെയും സംശയം എന്ന് വെച്ചാൽ ഈ ഒരു NVRൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു NVRനെ പറ്റി പറയുമ്പോഴത്തേക്കും ഇത് AI ബൈ ക്യാമറ എന്നാണ് പറയുക. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഈ ഒരു NVRൽ സപ്പോർട്ട് ചെയ്യും. പക്ഷെ അതൊക്കെ ക്യാമറ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് ഫേസ് ഡിറ്റക്ഷൻ ചെയ്യാൻ പറ്റും, അതുപോലെ ലൈൻ ഇൻട്രൂഷൻ ചെയ്യാൻ പറ്റും, പെരിമീറ്റർ പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം, ഹീറ്റ് മാപ്പ് ഒക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.